ഒരു ശില്പി തൻ്റെ മുമ്പിലെ ഒരു പാറയെ തൻ്റെ ഉളി കൊണ്ട് കൊത്തി കൊത്തി മനോഹരമായൊരു മാലാഖയെ അതിൽ നിന്ന് രൂപം കൊള്ളുവാനായിട്ട് ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ശ്രമം ഒത്തിരി ആകുമ്പോൾ ആ പാറയ്ക്ക് സഹിക്കുന്നില്ല. ആ പാറ പരാതിപ്പെട്ടു, എന്തിനാണ് എന്നെ ഇത്രയധികം വേദനിപ്പിക്കുന്നത്? ഒരു മാലാഖ എന്നിൽ നിന്ന് രൂപം കൊള്ളാൻ വേണ്ടി ഞാൻ കടന്നു പോകുന്ന വേദന വലുതാണ്. എന്തിനാണ് എന്നെ ഇത്രത്തോളം വേദനിപ്പിക്കുന്നത്? അവസാനം മാലാഖ അതിൽ നിന്ന് രൂപം കൊണ്ടു. അപ്പോഴും പാറ പറയുന്നത്, ഇത്രത്തോളം ഞാൻ വേദന സഹിച്ചിട്ടല്ലേ എന്നിൽ നിന്നൊരു മാലാഖിനെ രൂപം കൊണ്ടുവന്നത്. എന്നിട്ടും എന്തുമാത്രം ഞാൻ വേദന സഹിക്കേണ്ടി വന്നു. ഈ പരാതിയും പരിഭവത്തിനൊക്കെ ഇടയിൽ ഒരു ഉളി ഉണ്ടായിരുന്നു. ആ ഉളിയും അതേ കണക്ക് ഒരുപാട് അടി വാങ്ങിച്ചിട്ടുണ്ട്, ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. ഒരുപാട് വേദന സഹിച്ചാണ് ഈ പാറയിൽ നിന്ന് ഒരു മാലാഖി രൂപം കൊടുത്തത്. പക്ഷേ ഒരിടത്ത് പോലും ഈ ഉളിക്ക് ഒരു നേട്ടമുണ്ടായില്ല, ഒരു സൗന്ദര്യവും ഉണ്ടായില്ല. എന്നിട്ടും അതിന് പരാതിയുമില്ല, പരിഭവമില്ല. ഇങ്ങനെ ഒരു ഉളിയായി മാറിയ ഒരു ദൈവത്തെ നമ്മളാക്കെ കാണാൻ മറന്നു പോകുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ദ ഗോസ്പല് അങ്ങനെ ഒരു ചിന്തയെ ഓർമ്മിപ്പിക്കുന്നതാണ്. യേശു പറയും, ഞാനാണ് മുന്തിരിച്ചെടി, എൻ്റെ പിതാവ് കൃഷിക്കാരനാണ്. അതിൽ നിന്ന് ഏറ്റവും നല്ല ഫലങ്ങൾ രൂപം കൊള്ളാനായിട്ട് അതിനെ വെട്ടിയൊരുക്കും. ഇനി ഏതെങ്കിലും ഒരു ശാഖ തായ്തണ്ടിനോട് ചേർന്ന് വളരുന്നില്ലെങ്കിൽ അതിനേക്ക് വെട്ടിമാറ്റും. ഇങ്ങനെ വെട്ടിമാറ്റപ്പെടുന്ന ഒരു പ്രക്രിയക്കിടയിൽ പരാതി പറയുന്നത് ശാഖകളാണ്. പക്ഷേ ഒരു ചെടി അവിടെ ഉള്ള കാര്യം എന്താണ് ആരും മറന്നു പോകാത്തത്? ശാഖകൾക്കൊക്കെ പരാതിയും പരിഭവമൊക്കെ ഉണ്ടായിരിക്കുമ്പോഴും ആ ചെടി അതെല്ലാം സഹിച്ചുകൊണ്ട് ശാഖയുടെ മനോഹരമായ ഒരു ജീവിതത്തിന് വേണ്ടി എല്ലാം സ്വയം സഹിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ മുന്തിരിച്ചെടി ക്രിസ്തുവാണെങ്കിൽ ശാഖ നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മളുടെയൊക്കെ നല്ല ജീവിതത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങളിലൂടെയൊക്കെ ദൈവം കടത്തിവിടും. അങ്ങനെ കുറച്ചുകൂടി ബലമുള്ള മനുഷ്യരാകാൻ, കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ വ്യക്തതയോടെ കാണുന്ന, കുറച്ചുകൂടി ജീവിതത്തിൽ ശക്തിയുള്ള മനുഷ്യരാകാൻ ദൈവം ചില അനുഭവങ്ങളിലൂടെ കടത്തിവിടും. ഇങ്ങനെ കടത്തിവിടുന്ന അനുഭവങ്ങളൊക്കെ നമുക്ക് പരാതിയാണ്, നമുക്ക് സങ്കടങ്ങളാണ്. സഹനങ്ങൾ വരുമ്പോൾ തളർന്നു പോകുന്നു, വേദനകൾ വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ദൈവത്തോട് പരാതി പറയുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഒരു ജീവിതത്തിൻ്റെ സഹനങ്ങളുടെയും സങ്കടങ്ങൾക്കും അപ്പുറം ഒരു സന്തോഷമുള്ളൊരു കാലഘട്ടം വരുമ്പോൾ അതിൻ്റെ ആനന്ദവും സൗഭാഗ്യമൊക്കെ നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. പക്ഷേ ഇതിനിടയിൽ ദൈവപുത്രൻ നമുക്ക് വേണ്ടി സഹിച്ചതിൻ്റെ ഒരു പീഡാനുഭവമുണ്ട്, നമുക്ക് വേണ്ടി വേദന അനുഭവിച്ചതിൻ്റെ ഒരു സങ്കീർണമായ കാലഘട്ടമുണ്ട്. എന്നാൽ ആ ദൈവപുത്രൻ അതിനെയൊന്നും ഓർത്ത് പരിഭവപ്പെട്ടിട്ടില്ല. പ്രിയമുള്ളവരെ, ദൈവപിതാവിനും മനുഷ്യർക്കുമിടയിൽ ഏറ്റവും അധികം വേദന സഹിച്ച് ഒരു പരാതിയുമില്ലാതെ കടന്നുപോയ ഒരു പുത്രനുണ്ട് എന്ന് ഓർക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മളുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ ജീവിതത്തിൻ്റെ സൗരഭ്യത്തിന് വേണ്ടി വേദനകൾ സഹിച്ച ഒരു പുത്രൻ നമുക്കുള്ളപ്പോൾ ആ പുത്രൻ്റെ സഹനങ്ങളൊക്കെ നമ്മുടെയും ജീവിതത്തിൻ്റെ സൗരഭ്യത്തിനാണ് എന്ന് ഓർമ്മിക്കുമ്പോൾ എല്ലാം നന്മയാണ്, എല്ലാം പുണ്യങ്ങളാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ. വിണ്മയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുന്നേ. വിണ്മയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുന്നേ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ.
ശില്പിയെ നേരിൽ കാണും. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. വിണ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ. വിണ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ വിണ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ. വിണ്മയമാകും ശരീരം